PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആദിത്യ L1. ഇപ്പോൾ നടക്കുന്ന എല്ലാ PSC പരീക്ഷകളിലും ഒരു ചോദ്യം ആദിത്യ L1ന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇനി ഏത് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം എഴുതാൻ പാകത്തിന് എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആണിത്. അപ്പോൾ നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെച്ചിട്ട് ക്ലാസ് കേൾക്കാനായിട്ടിരിക്കുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക, ഡെയിലി റിവിഷനും കൂടെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് ഒരുപാട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും കാലത്ത് 6 മണിക്കാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് കയറി നോക്കിയാൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ചാനലിലൂടെ ഒരു ദിവസം 4 ക്ലാസ്സുകളാണ് നൽകുന്നത്. 3 റെക്കോർഡ് ക്ലാസ്സും ഒരു ലൈവും. ഈ ലൈവ് രാത്രി 8 മണിക്കാണ്. മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിൽ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദിത്യ L1 ആണ്. എന്താണ് ആദിത്യ L1 എന്ന് പറയുന്നത്? സൂര്യനെ അടുത്തറിയാനും വിവരങ്ങൾ ശേഖരിക്കാനുമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം. അത് തന്നെ ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ L1. എന്തിനു വേണ്ടിയിട്ടാണ് ആദിത്യ L1? സൂര്യനെ അടുത്തറിയാനും വിവരങ്ങൾ ശേഖരിക്കുവാനുമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യമാണ് സൗരദൗത്യമാണ് ആദിത്യ L1. ആദിത്യൻ എന്ന് വെച്ചാൽ എന്താ? സൂര്യനാണ് അല്ലേ? അപ്പൊ സൂര്യനെ അടുത്തറിയാനും വിവരങ്ങൾ ശേഖരിക്കുവാനുമുള്ള ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ L1. പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി അടുത്ത ചോദ്യം PSC ചോദിക്കുന്നത് ഇത് വിക്ഷേപിച്ച തീയതി എന്നാണ് എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ പഠിച്ചേക്കുക. 2023 സെപ്റ്റംബർ 2-ന് 2023 സെപ്റ്റംബർ 2-ന് സമയം ചോദിക്കുകയാണെങ്കിൽ 11:50 AM കേട്ടോ. 11:50 AM 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിക്കുന്നത്. ഇനി വിക്ഷേപണ വാഹനം ചോദിക്കും. വിക്ഷേപണ വാഹനം ഇതാണ്. പല പരീക്ഷകൾക്കും ഇപ്പോൾ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. PSLV C-57 അല്ലെങ്കിൽ എങ്ങനെ പറയും? PSLV XL എന്ന് പറയും. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ PSLV C-57 എന്നുണ്ടായിരിക്കും ഓപ്ഷനിൽ, അല്ലെങ്കിൽ PSLV XL എന്നുണ്ടായിരിക്കും. ആദിത്യ L1ന്റെ വിക്ഷേപണ വാഹനമാണ്. എവിടെ നിന്നാ വിക്ഷേപിച്ചേ? അതെല്ലാവർക്കും അറിയുന്നതാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ആദിത്യ L1 വിക്ഷേപിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിക്ഷേപണത്തോടു കൂടി നമ്മുടെ ഇന്ത്യ ആദിത്യ L1 വിക്ഷേപിച്ചതോടുകൂടി സൗരദൗത്യം നടത്തുന്ന 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. ഓക്കെ, സൗരദൗത്യം നടത്തുന്ന 4ാമത്തെ രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഈ ആദിത്യ L1ന്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? ആദിത്യ L1ന്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നിഗർ ഷാജി ആണ് കേട്ടോ. നിഗർ ഷാജി. പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? നിഗർ ഷാജി ആണ്. ഇനി പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ ആദിത്യ L1ന്റെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ശങ്കര സുബ്രഹ്മണ്യം. ഡോക്ടർ ശങ്കര സുബ്രഹ്മണ്യമാണ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി മിഷൻ ഡയറക്ടർ ആരാന്ന് ചോദിക്കാം. ആദിത്യ L1ന്റെ മിഷൻ ഡയറക്ടർ ആരാണ്? SR ബിജു ആണ് കേട്ടോ. SR ബിജു ആണ് മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത്. ഇനി പ്രൊജക്ട് മാനേജർ ആര് എന്ന് ചോദിക്കാം. ആദിത്യ L1ന്റെ പ്രൊജക്ട് മാനേജർ ആരാണ്? ഗായത്രി മൽഹോത്രയാണ് കേട്ടോ. ഗായത്രി മൽഹോത്രയാണ് പ്രൊജക്ട് മാനേജർ. അപ്പൊ 4 പോയിന്റ് നമ്മൾ പഠിച്ചു. ആദിത്യ L1ന്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആണ്. പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? നിഗർ ഷാജി. പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ ശങ്കര സുബ്രഹ്മണ്യം. മിഷൻ ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ SR ബിജു. പ്രൊജക്ട് മാനേജർ ആരാന്ന് ചോദിച്ചാൽ ഗായത്രി മൽഹോത്ര എന്നത് ഓർത്തിരിക്കുക. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ എഴുതുന്നത് എങ്ങനെയാ? ആദിത്യ
L1 എന്നാണ് അല്ലേ. അപ്പോൾ ഈ L1 എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണെന്ന് ചോദിച്ചാൽ ലഗ്രാഞ്ച് പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ലഗ്രാഞ്ച് പോയിന്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മളിപ്പോൾ അയക്കുന്ന ഈ ആദിത്യ L1 എന്ന് പറയുന്ന ഈ ഒരു ആദിത്യ L1 സൂര്യനിലോട്ട് എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തുന്നില്ല. ആദിത്യ L1 ഡയറക്റ്റ് ആയിട്ട് സൂര്യനിലോട്ട് ഏതും നേരിട്ട് എത്തുന്നില്ല. അപ്പോൾ ഈ സൂര്യനിലോട്ട് എത്തുന്നതിന് പകരം ഭൂമിയിൽ നിന്നും ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൂര്യഭൗമ വ്യവസ്ഥയുടെ ഈ ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലേക്കാണ് ഈ പേടകം എത്തുന്നത്. അതിനെയാണ് ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള 5 ലഗ്രാഞ്ച് പോയിന്റുകൾ ഉണ്ട്. അതിൽ L1 ലഗ്രാഞ്ച് പോയിന്റ് 1ലോട്ടാണ് ആദിത്യ L1 എത്തുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ആ L1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൂര്യനിലോട്ട് ഡയറക്റ്റ് എത്തുന്നില്ല. പിന്നെ എവിടേക്കാണ് എത്തുന്നത്? ഭൂമിയിൽ നിന്നും ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിലേക്കാണ് ഈ പേടകം സ്ഥാപിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതാണ് ഈ L1 എന്ന് പറയുന്ന ലഗ്രാഞ്ച് പോയിന്റ് കേട്ടോ. അപ്പോൾ സൂര്യനെ ഇപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലഗ്രാഞ്ച് പോയിന്റിന്റെ പ്രത്യേകത എന്താണ്, എന്തുകൊണ്ടാണ് അവിടേക്ക് എത്തിക്കുന്നത്? ഈ ലഗ്രാഞ്ച് പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൂര്യനെ മുഴുവൻ സമയവും തടസ്സങ്ങളൊന്നുമില്ലാതെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ലഗ്രാഞ്ച് പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ സൂര്യനെ നമുക്ക് മുഴുവൻ സമയവും തടസ്സങ്ങളൊന്നുമില്ലാതെ കാണാൻ കഴിയുന്നു എന്നൊരു പ്രത്യേകതയാണുള്ളത്. അതുകൊണ്ടാണ് ലഗ്രാഞ്ച് പോയിന്റിലോട്ട് എത്തിക്കുന്നത്, പേടകത്തെ എത്തിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ആദിത്യ L1ന്റെ കാലാവധി, ഈ ഒരു ദൗത്യത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷവും 2 മാസവുമാണ് കേട്ടോ. ആദിത്യ L1ന്റെ കാലാവധി ചോദിക്കും. ദൗത്യത്തിന്റെ കാലാവധി എത്രയാണ്? 5 വർഷവും 2 മാസവുമാണ് ഈ ഒരു ദൗത്യത്തിന്റെ കാലാവധി എന്ന് പറയുന്നത്. ഇനി എന്താണ് ആദിത്യ L1ന്റെ ലക്ഷ്യം? നമ്മൾ പറഞ്ഞു സൂര്യനെ അടുത്തറിയുക, അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുക എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണെങ്കിൽ, അതായത് സൂര്യൻ്റെ നമ്മൾ ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ സൂര്യൻ്റെ പുറത്ത് നമ്മളൊരു പുറം ഭാഗം പഠിച്ചിട്ടുണ്ട്, കൊറോണ എന്ന് പറയുന്ന ഒരു ഭാഗം പഠിച്ചിട്ടില്ലേ. അപ്പോൾ ഈ കൊറോണയുടെയും സർഫസ്, കൊറോണയുടെ പുറത്തുള്ളത് കേട്ടോ സർഫസ്, ഓക്കെ, സൂര്യൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം സർഫസ് എന്ന് പറയുന്നത്, അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 5600 ഡിഗ്രി സെൽഷ്യസ് ആണ് സർഫസിലെ ടെമ്പറേച്ചർ. സൂര്യൻ്റെ ഏറ്റവും പുറമേയുള്ള സർഫസിലെ ടെമ്പറേച്ചർ 5600 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ അതിനകത്തുള്ള ഈ കൊറോണ, സർഫസ് എന്ന് പറയുന്നത് ഏറ്റവും പുറമെയാണ്. ഈ കൊറോണയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ 5000 ഡിഗ്രി സെൽഷ്യസ് 5600 ഡിഗ്രി സെൽഷ്യസിനേക്കാളും വളരെയധികം കൂടുതലാണ് കൊറോണയിലെ ടെമ്പറേച്ചർ. ശരിക്കും അങ്ങനെ വരാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തതാണ്. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ കൊറോണയുടെ ടെമ്പറേച്ചർ സർഫസ് ടെമ്പറേച്ചറിനേക്കാളും ഉയർന്നു നിൽക്കുന്നത് എന്നതൊക്കെ കണ്ടുപിടിക്കുക എന്നതാണ് ഈ ആദിത്യ L1ന്റെ അല്ലെങ്കിൽ സൗരദൗത്യങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും അറിഞ്ഞിരിക്കുക ഒന്ന്. ഇനി ലോഞ്ച് മാസ് നമ്മളോട് ചോദിക്കാം. ഓക്കെ, ആദിത്യ L1ന്റെ ലോഞ്ച് മാസ് എത്രയാണ് എന്ന് ചോദിക്കാം. 1475 കിലോഗ്രാം ആണ് കേട്ടോ. 1475 കിലോഗ്രാം ആണ് ലോഞ്ച് മാസ് എന്ന് പറയുന്നത്. ഇനി ഇതിനായിട്ട് ചെലവായ തുക ചോദിക്കാം. 378 അല്ലെങ്കിൽ ചില പുസ്തകങ്ങളിൽ 400 എന്നും കാണാറുണ്ട്. 378 അല്ലെങ്കിൽ 400 കോടി രൂപ, അത്രയും അടുപ്പിച്ചാണ് ചെലവ് വന്നിട്ടുള്ളത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം, നമുക്ക് എക്സാമിന് ചോദ്യം വരുന്നത്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് എങ്കിലും നമുക്ക് പേലോഡുകളെ കുറിച്ച് നമുക്ക് ചോദ്യം വരാം. പേലോഡ് കേട്ടോ, പേലോഡുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ എത്ര പേലോഡുകളാണ് ടോട്ടലായിട്ട് ആദിത്യ L1ൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ 7 എണ്ണമാണ്. ഓക്കെ, 7 പേലോഡുകളാണ് ടോട്ടലായിട്ട് ആദിത്യ L1ൽ ഉള്ളത്. അപ്പോൾ ആ പേലോഡുകളെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് റിമോട്ട് സെൻസിങ് പേലോഡ് കേട്ടോ, റിമോട്ട് സെൻസിങ് പേലോഡ്. രണ്ടാമത്തേത് ഇൻസിറ്റ്യൂ പേലോഡ് കേട്ടോ, ഇൻസിറ്റ്യൂ പേലോഡ്. അപ്പോൾ നമുക്ക് പേലോഡുകളെ 2 ആയിട്ട് തരംതിരിക്കാം, റിമോട്ട് സെൻസിങ് പേലോഡ് എന്നും ഇൻസിറ്റ്യൂ പേലോഡ് എന്നും. അപ്പോൾ ഈ റിമോട്ട് സെൻസിങ് പേലോഡിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, റിമോട്ട് സെൻസിങ് പേലോഡിൽ വരുന്ന ഒന്നാമത്തെ പേലോഡാണ് ഏത്?
VELC എന്ന് പറയുന്നത് കേട്ടോ. VELC എന്താണ് VELCയുടെ പൂർണ്ണ രൂപം? വിസിബിൾ എമിഷൻ ലൈൻ ക്രോണോഗ്രാഫ് കേട്ടോ. വിസിബിൾ എമിഷൻ ലൈൻ ക്രോണോഗ്രാഫ് എന്നുള്ളതാണ് VELC. വെൽക്ക് എന്ന് പറയുന്നതിന്റെ പൂർണ്ണരൂപം വിസിബിൾ എമിഷൻ ലൈൻ ക്രോണോഗ്രാഫ് എന്നുള്ളതാണ് പൂർണ്ണരൂപം. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ റിമോട്ട് സെൻസിങ് പേലോഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് സ്യൂട്ട് എന്ന് പറയും. സ്യൂട്ട് കേട്ടോ. സ്യൂട്ടിന്റെ പൂർണ്ണരൂപം എന്താണ്? സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് എന്നുള്ളതാണ് കേട്ടോ. ടെലിസ്കോപ്പ് എന്നുള്ളതാണ് സ്യൂട്ടിന്റെ പൂർണ്ണരൂപം. സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ്. ഇനി മൂന്നാമത്തെ റിമോട്ട് സെൻസിങ് പേലോഡാണ് സോളെക്സ് എന്ന് പറയുന്നത് കേട്ടോ. സോളെക്സ് എന്ന് പറയുന്നത്, ഈ സോളെക്സിന്റെ പൂർണ്ണരൂപം സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ. ഓക്കെ, സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നുള്ളതാണ് സോളക്സിന്റെ പൂർണ്ണരൂപം. ദെൻ നാലാമത് ഒരു പേലോഡും കൂടി ഉണ്ട്, ഹെലിയോസ് എന്ന് പറയുന്നത്. ഇതിന്റെ പൂർണ്ണരൂപം ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നുള്ളതാണ് പൂർണ്ണരൂപം. ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ. അപ്പൊ റിമോട്ട് സെൻസിങ് പേലോഡ് 4 എണ്ണമാണ് ഉള്ളത്. ഏതൊക്കെയാ? വെൽക്ക്, സ്യൂട്ട്, സോളക്സ്, ഹെലിയോസ്. വെൽക്കിന്റെ പൂർണ്ണരൂപം വിസിബിൾ എമിഷൻ ലൈൻ ക്രോണോഗ്രാഫ്. സ്യൂട്ടിന്റെ പൂർണ്ണരൂപം സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ്. സോളക്സിന്റെ പൂർണ്ണരൂപം സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ. ഹെലിയോസിന്റെ പൂർണ്ണരൂപം ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ. ഇനി ഈ വെൽക്ക് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, വെൽക്കിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ സോളാർ കൊറോണയും അതുപോലെ കൊറോണൽ മാസ് ഇജക്ഷനുകളുടെ ചലനാത്മകതയും പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെൽക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? സോളാർ കൊറോണയും കൊറോണൽ മാസ് ഇജക്ഷനുകളുടെ ചലനാത്മകതയും പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെൽക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വെൽക്ക് രൂപകൽപ്പന ചെയ്തത് ISROയുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ISROയുമായി സഹകരിച്ച ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ് കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ് ഇത് എന്ത് ചെയ്യുന്നത്? വികസിപ്പിക്കുന്നത്. ISROയുമായി സഹകരിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ് ഈ പേലോഡ് വികസിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് സ്യൂട്ട് എന്ന് പറയുന്നത് അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ അൾട്രാ വയലറ്റിന് സമീപമുള്ള സോളാർ ഫോട്ടോസ്ഫിയറിനെയും ക്രോമോസ്ഫിയറിനെയും ചിത്രീകരിക്കാനും അൾട്രാ വയലറ്റിന് സമീപമുള്ള സൗരവികിരണ വ്യതിയാനങ്ങൾ അളക്കാനുമൊക്കെ ഉപയോഗിക്കുന്നു. അൾട്രാ വയലറ്റിന് സമീപമുള്ള സോളാർ, അൾട്രാ വയലറ്റ് പേരിൽ തന്നെ ഉണ്ടല്ലേ, അൾട്രാ വയലറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അൾട്രാ വയലറ്റിന് സമീപമുള്ള സോളാർ ഫോട്ടോസ്ഫിയറിനെയും ക്രോമോസ്ഫിയറിനെയും ചിത്രീകരിക്കുക, അൾട്രാ വയലറ്റിന് സമീപമുള്ള സൗരവികിരണ വ്യതിയാനങ്ങൾ അളക്കുക. അതിനു വേണ്ടിയിട്ടാണ് സ്യൂട്ട് ഉപയോഗിക്കുന്നത്. ഇനി സോളക്സും അതുപോലെ തന്നെ ഹെലിയോസും, ഈ സോളക്സും ഹെലിയോസും രണ്ടും ഉപയോഗിക്കുന്നത് എന്തിനാണ്? സൂര്യനിൽ നിന്നുള്ള എക്സ്റേ ഫ്ലയറുകൾ പഠിക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, സൂര്യനിൽ നിന്നുള്ള എക്സ്റേ ഈ പേരിൽ തന്നെ ഉണ്ട്, എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ സൂര്യനിൽ നിന്നുള്ള എക്സ്റേ ഫ്ലയറുകൾ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സോളക്സും ഹെലിയോസും എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ റിമോട്ട് സെൻസിങ് പേലോഡ് 4 ആയി. ഇനി ഇൻസിറ്റ്യൂ പേലോഡ് എന്ന് പറയുന്നത് 2 എണ്ണമാണുള്ളത്. ഒന്ന് ആസ്പെക്സ് എന്നാണ് കേട്ടോ, EX ആണ്, ആസ്പെക്സ് എന്നാണ് പറയാം. ഒന്നുകൂടെ എഴുതാം, ASPEX. ഓക്കെ, ആസ്പെക്സ് എന്ന് പറയുന്നതും പാപ്പ എന്ന് പറയുന്നതും. ഓക്കെ, അപ്പൊ ആസ്പെക്സ് എന്ന് പറയുന്നത് എന്താണ്? ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് കേട്ടോ. ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് എന്നുള്ളതാണ്. ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് എന്നുള്ളതാണ് ആസ്പെക്സിന്റെ പൂർണ്ണരൂപം. പാപ്പ എന്ന് പറയുന്നതിന്റെ പൂർണ്ണരൂപം എന്താ?
പ്ലാസ്മ അനലൈസർ, പാക്കേജ് 4, പ്ലാസ്മ അനലൈസർ പാക്കേജ് 4 ആദിത്യ എന്നുള്ളതാണ് പൂർണ്ണരൂപം. പ്ലാസ്മ അനലൈസർ പാക്കേജ് 4 ആദിത്യ എന്നുള്ളതാണ് പാപ്പ എന്നതിൻ്റെ പൂർണ്ണരൂപം. ആസ്പെക്സ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ആസ്പെക്സും പാപ്പയും ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ സൗരക്കാറ്റ്, അതുപോലെ ഊർജ്ജസ്വലമായ അയോണുകൾ, അവയുടെ ഊർജ വിതരണം എന്നിവ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ്? സൗരക്കാറ്റ്, ഊർജ്ജസ്വലമായ അയോണുകൾ, അവയുടെ ഊർജ വിതരണം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിനാണ് ആസ്പെക്സും പാപ്പയും യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഒരു കാര്യം കൂടെ ഇവിടെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആദിത്യ L1ന്റെ ഭാഗമായ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ആദിത്യ L1ന്റെ ഭാഗമായ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഒന്ന് കെൽട്രോൺ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം. 2 സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ഫോർഗിങ്സ് ലിമിറ്റഡ്, SIFL കേട്ടോ, സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ഫോർഗിങ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ദെൻ മൂന്നാമത്തേത് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്, TCC, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്. ദെൻ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ്, KAL, കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ്. ഇത്രയും പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് കേരളത്തിലെ ആദിത്യ L1ന്റെ ഭാഗമായ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഏതൊക്കെയാ? കെൽട്രോൺ, സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ഫോർഗിങ്സ് ലിമിറ്റഡ്, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്, കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് എന്നിവയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ആദിത്യ L1മായി ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ പറയേണ്ട എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക, റിവിഷൻ ചെയ്യുക. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഇവിടെ നിന്നും 1 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, 1 മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് താഴെ കമൻറ്റ് ചെയ്യുക, മാക്സിമം പേർക്കൊന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്